എല്ലാവരും കാണും, എല്ലാവരും കഷ്ടപ്പെടും. കണ്ടു നോക്കും. 1 2 3 1 2 1 2 1 2 1 2 1 2 3 1 2 3 1 2 1 2 1 2 1 2. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ക്ലാസ് ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും? എല്ലാവരും ശ്രമിച്ച് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാകും, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അവരിത് കണ്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും 1-2 ദിവസം സൗകര്യം കിട്ടുന്നതനുസരിച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ ഈ സ്റ്റെപ്പ് ഇട്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾക്ക് ഇടാം. ഇപ്പം ഞാൻ 2 പാട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾക്ക് ഇട്ട് ഇതുമായിട്ട് ചേർന്നോ. ഏത് പാട്ടിട്ടാലും താളം ഏകദേശം ഒരേപോലെ തന്നെ വരും. പിന്നെ ഇത്തിരി ചിലപ്പോൾ സ്പീഡ് കൂട്ടി സ്പീഡ് കുറച്ച് അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരുള്ളൂ. പിന്നെ എനിക്ക് ഒന്നേ പറയാറുള്ളൂ, നിങ്ങൾ ഈ തിരുവാതിര നമ്മുടെ നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് എല്ലാവരിലോട്ടും നമുക്ക് ഇത് എത്തിക്കണം. അപ്പം അതിനു വേണ്ടി നമ്മളെല്ലാവരും ശ്രമിച്ചാൽ അത് എത്തുള്ളൂ. പിന്നെ പലർക്കും ഇപ്പോഴും എന്നെ വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് ഇത്ര വയസ്സായി ടീച്ചറെ, എനിക്ക് പറ്റൂ, എനിക്ക് 70 വയസ്സായി, എനിക്ക് 80 വയസ്സ്, ഇങ്ങനെ ഓരോരുത്തരും വിളിച്ച് പറയുന്നത് എനിക്ക് പറ്റൂ, ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും പറ്റും. എന്തുകൊണ്ട് പറ്റില്ല? നമ്മൾ ആദ്യമേ ചാടിക്കയറി വലിയ സ്റ്റെപ്പ് എടുക്കാതെ എൻ്റെ ഫസ്റ്റ് ക്ലാസ് നോക്കൂ നിങ്ങൾ, ചെറിയ സ്റ്റെപ്സുകൾ അതൊക്കെ ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. പറ്റാത്തതായിട്ടൊന്നുമില്ല. പിന്നെ കുമ്മി മാത്രം ഞാൻ എപ്പോഴും പറയുന്നതാണ്, കുമ്മി ഒരുവിധം മുട്ടിന് അസുഖമുള്ള കുമ്മി ചാടി ഇരുന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്കതിന് പകരമാണ് ഞാൻ പതുക്കെ നിന്നിട്ടൊക്കെയാണ് കുമ്മി എടുപ്പിക്കുന്നത്. ചെറുതായിട്ടൊന്ന് മുട്ടുമടക്കി, അങ്ങനെ മുട്ടുമടക്കാൻ ഒട്ടും പറ്റാത്തവരാണെങ്കിൽ മുട്ടുമടക്കണ്ട, അല്ലാത്ത സ്റ്റെപ്സ് എന്തുമാത്രമുണ്ട്. നമ്മുടെ മത്സരത്തിന് പോകുമല്ലോ, നമ്മുടെ ഒരു സന്തോഷത്തിനും നമ്മുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക എന്ന് വെച്ച് തിരുവാതിരയായിരിക്കണം, കൈകൊട്ടിക്കളിയായിരിക്കണം. രണ്ടും രണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. തിരുവാതിര എന്ന് പറയുമ്പോൾ നമ്മൾ ദേവന്മാരെ കുറിച്ചും നോയമ്പ് വ്രതമൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യുന്നതാണ് തിരുവാതിര. അതേസമയം കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് നമുക്ക് അതാത് ദേശത്തിൻ്റെതായിട്ടുള്ള ഉത്സവം വരുമ്പോൾ അതിനെപ്പറ്റിയും അങ്ങനെ അതൊക്കെയാണ് കൈകൊട്ടിക്കളി. അപ്പം നമ്മൾ അധികവും കൈകൊട്ടി ആണ് അധികം ചെയ്യുന്നത്. തിരുവാതിര കളിക്കും കൈകൊട്ടുന്നുണ്ട്, പക്ഷെ അധികവും അതിന് നമ്മൾ കൈകളെടുത്ത് അല്ലെ പലതരത്തിൽ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ പാട്ടും ഒരു പ്രത്യേക രീതിയിലുള്ള പാട്ടാണ്, കഥകളി പദങ്ങളാണ് അധികവും തിരുവാതിര കളിക്കെടുക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് അറിയില്ല, എൻ്റെ വിശ്വാസം അതാണ്. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇത് കണ്ട് ശ്രമിച്ച് നോക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്റ്റെപ്സും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. ഇന്ന് ഇത്ര നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.